ജമ്മു മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ച് കനത്ത മഴ തുടരുന്നു. കനത്ത മഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് താവി നദിയിൽ കുടുങ്ങിയ ആളെ ദുരന്ത നിവാരണ സേന സാഹസികമായി രക്ഷിച്ചു. ഉത്തരാഖണ്ഡിൽ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ ബദ്രിനാഥ് ഹൈവേയിൽ ഗോവിന്ദഘട്ടിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ചാർധാം യാത്ര തടസ്സപ്പെട്ടു. ജമ്മുവിൽ കനത്ത മഴ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ താവി നദിയിൽ നിന്ന് മണൽ ശേഖരിക്കുന്നതിനിടെയാണ് ഒരാൾ അപകടത്തിൽപ്പെട്ടത്. പെട്ടെന്ന് വെള്ളപ്പൊക്കം ഇരച്ചു കയറിയതോടെ ഒപ്പമുണ്ടായിരുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് കയറി. എന്നാൽ കുടുങ്ങിപ്പോയ ആൾ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ തൂണിൽ കെട്ടിയിരുന്ന കയറിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ദുരന്ത നിവാരണ സേനാ സംഘം പാലത്തിൽ നിന്ന് താഴേക്കിറങ്ങി നദിയിൽ കുടുങ്ങിയ ആളെ രക്ഷിക്കുകയായിരുന്നു. മണൽ ശേഖരിക്കാനെത്തിയപ്പോൾ പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സാധാരണ നിലയിലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. 3 കന്നുകാലികളും നദിയിൽ കുടുങ്ങിയിരുന്നു. അപകടകരമായ ഉയർന്ന ജലനിരപ്പും തുടർച്ചയായ കനത്ത മഴയും കാരണം ജമ്മുവിലെ നദീതീരങ്ങളിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് മാറി നിൽക്കാൻ ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുണ്ട്. ജമ്മുവിലെ കത്രയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. രജൌരി, ഉധംപൂർ, പൂഞ്ച്, റംബൻ എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അതിനിടെ ഉത്തരാഖണ്ഡിൽ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ ബദ്രിനാഥ് ഹൈവേയിൽ ഗോവിന്ദഘട്ടിന് സമീപം മണ്ണിടിച്ചിലുണ്ടായി. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ചാർധാം യാത്ര പുനരാരംഭിച്ചതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.